പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പച്ചരിയും ശർക്കരയും മാത്രം മതിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതാ ഒരു 1/2 കിലോ ശർക്കര ഉരുക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ഇതാ ഞാനൊരു 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകിയതാ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് നൈസല്ലാതെ കുറച്ചൊരു തരിതരിയോട് കൂടിയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ അരിയെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ശർക്കര ആ ഒരു ചൂടോടുകൂടെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത ഈ അരിപ്പൊടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി അരിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ ഉടനെ തന്നെ നമ്മളിതങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും. മാവൊക്കെ അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 4 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മാവൊക്കെ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും 1 നുള്ളു അപ്പസോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അപ്പം ചുട്ടെടുക്കാനുള്ള മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഒരുപാട് തിക്കുമായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസുമായി പോകരുത്. ഈ ഒരു പരുവത്തിലുള്ള മാവായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ മാവ് കൊണ്ട് അപ്പം ചുട്ടെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാൻ വേണ്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണയൊക്കെ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുകളിലേക്ക് പൊങ്ങി വരുമല്ലോ. ഇത് അത്രത്തോളമൊന്നും പൊങ്ങി വരില്ല കേട്ടോ. എന്നാൽ ചെറുതായിട്ടൊക്കെ നമുക്കൊന്ന് പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വന്ന് കഴിഞ്ഞ് സൈഡ് ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നീട് മറുഭാഗം ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ, അതല്ലെങ്കിൽ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. ഇതുപോലെ തന്നെ ഞാനിതാ എല്ലാ മാവും ഒഴിച്ച് ചുട്ടെടുക്കുന്നുണ്ട്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം കഴിക്കാൻ. നെയ്യപ്പത്തിനേക്കാളും കുറച്ചുകൂടെ വേറിട്ടൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.